ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയുന്നത്, എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണം. ഈ ചാനൽ മുന്നോട്ടേക്കൊക്കെ ഒന്ന് പോകണമെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടണമെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ശോകമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയെ കുറിച്ചാണ്. വിരാട് കോഹ്ലി നമുക്കറിയാം, ലോകം കണ്ട മികച്ച ഒരു ബാറ്റ്സ്മാനാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം ഇപ്പം ഗവാസ്കർ ട്രോഫി നടക്കുകയാണ് ഓസ്ട്രേലിയയിൽ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മികച്ച ഇന്നിങ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പിഴയ്ക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ഓഫ് സ്റ്റമ്പിന് വെളിയിലേക്ക് പോകുന്ന ബോളിൽ ബാറ്റ് വെച്ച് സ്ലിപ്പി ക്യാച്ച് കൊടുത്ത് പോകുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ തന്നെ ഈ ബോളൻഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ബോളർക്ക് 4 തവണയാണ് വിക്കറ്റ് അദ്ദേഹം നൽകിയത്. കാരണം ഒരേ രീതിയിൽ തന്നെയാണ് മിക്കവാറും എല്ലാ കളികളിലും ഔട്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം ആ പിഴവുകൾ ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അതേ രീതിയിൽ തന്നെ ഔട്ടാകുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. കാരണം അദ്ദേഹത്തെ പോലെ ഒരു താരത്തിൻ്റെ മികച്ച ഇന്നിങ്സുകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല, അദ്ദേഹം ഒരു ഭയങ്കര ഫയറിങ് റോറിങ് ഒരു പ്ലെയറാണ്. ഒന്നൊന്നര ക്യാപ്റ്റനും കൂടെ ആയിരുന്നു നേരത്തെ. ഇപ്പോഴും ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ ബുംറയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ രോഹിത് ശർമ്മ മാറി ബുംറയാണ് ക്യാപ്റ്റൻ എങ്കിൽ പോലും അതിനകത്ത് പല നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിലും വിരാട് കോഹ്ലിയുടെ പങ്ക് വലുതാണ്. പക്ഷേ വിരാട് കോഹ്ലിയുടെ അഗ്രഷൻ ശരിക്കും പറഞ്ഞാൽ ബാറ്റിംഗ് കാണുന്നില്ല. അദ്ദേഹം നല്ല കിടലിനായിട്ട് ബാറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്, പക്ഷേ അഗ്രസീവ് മോഡുമാണ്. പക്ഷേ എപ്പോഴും എന്താ പറയുക, ഓഫ് സ്റ്റമ്പിന് വെളിയിൽ പോകുന്ന ബോളിലേക്ക് ബാറ്റ് വെച്ച് വിക്കറ്റും കളഞ്ഞ് തലയും കുനിച്ച് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അദ്ദേഹം ഈ പിഴവുകൾ ഇനിയും അത് മാറ്റിയില്ലെങ്കിൽ, കാരണം മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്ത്യൻ പിച്ചുകളിൽ വിരാട് കോഹ്ലി നല്ല കിടലിനായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ പിച്ചുകൾ, അതായത് നല്ല ബൗൺസും ടേണുള്ള പിച്ചുകളിൽ വരുമ്പോൾ അദ്ദേഹത്തിന് പിഴയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആളെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹം വിദേശ ഇന്നിങ്സുകളിൽ നല്ല ഫയർ ബാൻഡ് പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അടിച്ച് തകർത്ത് ടെസ്റ്റിലൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഒറ്റയാൻ പോരാട്ടങ്ങളൊക്കെ നടത്തി ബാക്കിയുള്ളവരൊക്കെ വീണ സമയത്ത് വിരാട് കോഹ്ലി തല ഉയർത്തിപ്പിടിച്ച് നടന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിക്കറ്റ് കരിയറിൽ അദ്ദേഹം സ്ഥിരമായിട്ട് വിക്കറ്റ് കളയുന്ന ഒരു രീതി ഇതാണ്. സ്ലിപ്പിൽ നിൽക്കുന്ന ഫീൽഡർ ബോൾ വിരാട് കോഹ്ലിയുടെ ക്യാച്ചിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പം കിട്ടും എന്നുള്ള പരുവത്തിൽ നിൽക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വിരാട് കോഹ്ലി അവിടെ ക്യാച്ച് കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. കൃത്യമായിട്ട് ബോളർമാർക്ക് വിരാട് കോഹ്ലിയുടെ ആ ഒരു പിഴവ് അദ്ദേഹത്തിന് പിഴയ്ക്കുന്ന രീതി മനസ്സിലായിട്ട് അതുപോലെ തന്നെ എറിഞ്ഞ് വിക്കറ്റുകൾ എടുക്കുന്ന സാഹചര്യമാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണോ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല, അതോ എന്താണെന്നറിയത്തില്ല. പക്ഷേ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം വിരാട് കോഹ്ലിയെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെ നമുക്കറിയാം. ഗ്രൗണ്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തീയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഹക്കുട്ടി എന്നല്ല, നല്ല ഒന്നാമതൊരു സിംഹമാണ്. കാരണം വിക്കറ്റൊക്കെ വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഗ്രഷനും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഗ്രൗണ്ടിൽ പമ്പ് ചെയ്ത് നിൽക്കുന്ന, അതായത് ചത്ത് കിടക്കുന്ന പോലെ ഒരുമാതിരി എല്ലാവരും ആ ഒരു അവസ്ഥയിൽ മടുത്ത് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇദ്ദേഹം മോട്ടിവേറ്റ് ചെയ്ത് മൊത്തത്തിൽ ഒരു അഗ്രസീവ് മോഡാക്കുന്നതിൽ വിരാട് കോഹ്ലിക്ക് ഭയങ്കരമായ പങ്കുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള വിക്കറ്റ് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം വൻ രീതിയിൽ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കാണാനായിട്ട് നമ്മളെ ആഗ്രഹിപ്പിക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ ക്രിക്കറ്റ് കാണുന്നതും അദ്ദേഹത്തിൻ്റെ കളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്ഥിരം ആ ഒരു രീതിക്ക് വിക്കറ്റ് പോകുമ്പോൾ കാണുന്ന ഒരു സങ്കടം കൊണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അദ്ദേഹം ആ പിഴവുകൾ മാറ്റി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ മുൻകാല ഇന്നിങ്സുകളൊക്കെ നമുക്കറിയാവുന്നതാണ്, തീക്കണ ഇന്നിങ്സുകളൊക്കെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ലൊരു മടങ്ങി വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം മുന്നോട്ടേക്ക്. ഇനിയിപ്പം വരുന്ന കളികളിലെല്ലാം നല്ല രീതിയിൽ ആ പിഴവുകൾ മാറ്റി സ്ലിപ്പിൽ നിൽക്കുന്ന ഫീൽഡർമാർക്ക് ക്യാച്ച് കൊടുക്കാതെ, അല്ല വിക്കറ്റ് വീഴ്ത്താതെ, സ്ലിപ്പിൽ മാത്രമല്ല വിക്കറ്റ് വീഴ്ത്താതെ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് വിരാട് കോഹ്ലി വീണ്ടും ആ ടോപ്പ് നോച്ച് പ്രകടനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.